ഗുഡ് ഈവനിങ് മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ ഞായറാഴ്ചകൾ നമ്മൾ പാട്ടുവിശേഷങ്ങൾ മ്യൂസിക് തെറാപ്പിയുടെ പല ഭാഗങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് തുടർച്ചയായി കഴിഞ്ഞ ആഴ്ചയുടെ തുടർച്ചയായി കുറച്ച് ഭാഗങ്ങൾ കൂടി ജോസഫ് സാറിൽ നമുക്ക് കേൾക്കാം. അതിനുശേഷം മഴയുമായി ബന്ധപ്പെട്ട ചില പാട്ടുകൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ പാടാം. സോ എവരിബഡി വെൽക്കം ടു ദിസ് പ്രോഗ്രാം ആൻഡ് ജോസഫ് ജോൺ സാർ ഓൾസോ. ജോസഫ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാബു സാർ. എന്നെ കേൾക്കാവല്ലോ, കാണാവല്ലോ? കാണുന്നില്ല, കേൾക്കാം. ലാപ്ടോപ്പിൽ ഞാൻ വീഡിയോ ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ടല്ലോ. ഉണ്ട്, പക്ഷെ അതിന് അവിടെ നെറ്റിന് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ്. സൗണ്ട് ക്ലിയർ ആണ്, കാണാം കുഴപ്പമില്ല, പക്ഷെ അത് സ്ലോയാ. ഏതായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. സർവീസിനെ നമിച്ചുകൊണ്ട് നമുക്ക് പാട്ടിൻ്റെ അനുഗണനത്തിൻ്റെ മ്യൂസിക് തെറാപ്പിയിലെ ബയോളജി പ്രിൻസിപ്പിൾസ് ഓഫ് മ്യൂസിക് ആൻഡ് മെത്തഡ്. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചു. മ്യൂസിക്കോളജി എന്താണ്? മ്യൂസിക്കോളജി അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ ഗഹനമായ 4 മെയിൻ ബ്രാഞ്ചസ് ഉണ്ട്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? Am I clear? സാറേ, ഇടയ്ക്കൊരു ബ്രേക്ക് ഉണ്ട്. ഇടയ്ക്കൊരു ബ്രേക്ക് ഉണ്ട്. എന്നാലും ഇടയ്ക്ക് ഒരു ബ്രേക്ക് വരുന്നുണ്ട്. ഞാനെന്നാ ഒരു സ്റ്റൂൾ എന്തി അവിടെ കിട്ടുന്നില്ല. കുറച്ച് വെക്കണേ. ടി വി ഒക്കെ കുറച്ച് വെക്കാൻ പറഞ്ഞ അടുത്ത ആഴ്ച തൊട്ട് പാട്ട് ക്ലാസ് ഇല്ലാതെ പോകരുത്. സാറ് പറയുന്നത് കേൾക്കുന്നുണ്ടോ? പറയാൻ തുടങ്ങിയോ? ഒന്നും കേൾക്കുന്നില്ല. സാർ മ്യൂട്ട് ചെയ്തിരിക്കുക, പറയുന്നുണ്ടാവോ? ജോസഫ് സാറേ, വിളിക്കണം.
വരുന്നേ. കേൾക്കാം അല്ലേ? മറ്റേ സൗണ്ട് മ്യൂസിക്കോളജിക്ക് ലാപ്പിന്റെ സൗണ്ട് സൗണ്ട് മ്യൂട്ട് ചെയ്യും. ഇല്ല, പിന്നെ ലാപ്പിൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഓക്കെ ശരി, തുടങ്ങി. മ്യൂസിക്കോളജിക്ക് പ്രധാനമായിട്ട് 4 ബ്രാഞ്ചസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതില് എന്തൊക്കെയായിരുന്നു? എത്നോ മ്യൂസിക്കോളജി, പിന്നെ മ്യൂസിക്കൽ ഹിസ്റ്ററി, സിസ്റ്റമാറ്റിക് മ്യൂസിക്കോളജി. അതിലാണ് നമ്മൾ ഈ ബയോമ്യൂസിക്കോളജി വരുന്നത്. ബയോളജിയും മ്യൂസിക്കും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പൊ അതിലേക്ക് വരാം. മ്യൂസിക് ബ്രെയിനിന്റെ ഏത് ഭാഗത്തെയാണ്? വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഈസ് അഫക്റ്റഡ് ബൈ മ്യൂസിക്? ഏത് പാർട്ടാണ്? ഇറ്റ് ഈസ് ടെമ്പറൽ ലോബ്. അവിടെയാണ് ലാംഗ്വേജ് സെന്റർ. ലാംഗ്വേജ് സെന്റർ which spans both sides of the brain. നമുക്കറിയാം 2 സൈഡ് ഉണ്ട്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹെമിസ്ഫിയർ. അതില് ഇന്റർപ്രിട്ടേഷൻ, നമുക്കറിയാം ഇന്റർപ്രിട്ടേഷൻ നടത്താനായിട്ട് എന്ത് വേണം? എന്തുണ്ടായിരിക്കണം? ലോജിക്ക്, അല്ലേ? ഇപ്പൊ ലോജിക്കൽ സൈഡ് എന്ന് പറയുമ്പോൾ ഒരു പാട്ട് കേട്ടാൽ അതിന്റെ ഇന്റർപ്രിട്ടേഷൻ നടത്തുന്നത് ലോജിക്കൽ ബ്രെയിനും. മ്യൂസിക് ആൻഡ് സൗണ്ട്സ്, മ്യൂസിക്കും സൗണ്ടിന്റെ അതിന്റെ ആസ്വാദനവും ഒക്കെ റൈറ്റ് ബ്രെയിൻ, റൈറ്റ് ഹെമിസ്ഫിയർ ഓഫ് ദി ബ്രെയിൻ. ഇനി ഏത് ഏരിയ ഓഫ് ദി നെർവസ് സിസ്റ്റമാണ്, അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിന്റെ ഏത് ഏരിയയാണ് മ്യൂസിക് അഫക്റ്റ് ചെയ്യുന്നതെന്ന് പറയാമോ? ഞാൻ തന്നെ പറയാം. ഇറ്റ് ഈസ് ലിംബിക് സിസ്റ്റം. സാബു സാറിന് ഞാനൊരു ചെറിയ വീഡിയോ ഇട്ടുണ്ട്, അതൊന്ന് കാണിക്കാമോ? ലിംബിക് സിസ്റ്റം ഒരു 1.5 മിനിറ്റേ ഉള്ളൂ. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കാൻ സാർ അത് നോക്കിക്കോളൂ. Located deep within the brain, the limbic system, which is involved in processing emotions and controlling memory. Lights up, ആ ഒരു ഭാഗം ലൈറ്റ്സ് അപ്പ്, പ്രകാശിതമാകുന്നു, അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് ആകുന്നു when our ears perceive music. നമ്മുടെ ചെവികൾ ഈ മ്യൂസിക് സ്വീകരിച്ചു കഴിയുമ്പോൾ, വീഡിയോയാണ്, സ്വീകരിച്ചു കഴിയുമ്പോൾ the limbic system lights up എന്നാണ് പറയുക. അപ്പൊ നമ്മൾ ആ പാട്ട് കേൾക്കുമ്പോൾ ഒരു ചിൽ ഫീൽ ഉണ്ടാകുന്നില്ലേ? അതെന്തുകൊണ്ടാണ്? the chill we feel when you hear a particularly moving piece of music may be the result of dopamine. ഡോപ്പാമിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് കൊണ്ട്, ആ ഹോർമോണിന്റെ സാന്നിധ്യം കൊണ്ടാണ് നമുക്ക് ആ ഒരു ചിൽ ഫീലൊക്കെ കിട്ടുന്നത്. നമ്മൾ ഈ ബയോളജിക്കൽ ബേസ് ഓഫ് മ്യൂസിക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് കുറച്ച് അറിവ് ഉണ്ടായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഡോപ്പാമിൻ എന്താണെന്നറിയാം? എന്താണ് ഡോപ്പാമിൻ? എന്താണ്? One of the happy hormones, a neurotransmitter that triggers pleasure, അല്ലെങ്കിൽ
സെൻസേഷൻസ് ഓഫ് പ്ലഷർ ആൻഡ് വെൽബീയിങ്. അതാണ് ഡോപ്പാമിൻ്റെ ഗുണം. ഡോപ്പാമിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ സാന്നിധ്യം കൊണ്ട് ഉണ്ടാകുന്നത്. അതുപോലെ ലിസണിങ് ടു മ്യൂസിക് കേൾക്കുമ്പോൾ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടുന്നു എന്നാണ് പറയുന്നത്. ലിസണിങ് ടു മ്യൂസിക് ഇൻക്രീസസ് ബ്ലഡ് ഫ്ലോ ടു ബ്രെയിൻ. അങ്ങനെയാണ് ഈ ലിംബിക് സിസ്റ്റത്തെ എനർജൈസ് ചെയ്യുന്നത് അല്ലേ. എന്താണ് ഈ ലിംബിക് സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ്? നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണ്ട. Installment, I will discuss the limbic system. The word limbic comes from the Latin limbus, which means border, and the limbic system was given this name because its structures lie along a horseshoe-shaped area of cortex that appears to be a border between the cerebral cortex and the subcortical structures of the diencephalon. There are many processes associated with the limbic system, but the system is most frequently linked to emotion. There is no consensus on the structures that are considered a part of the limbic system, and some argue that it is too much of a simplification to consider something as complex as emotion to be handled by one group of brain structures. Regardless, these are some structures that are often included in the limbic system. The amygdala is an almond-shaped collection of nuclei found in the temporal lobe that seems to be especially involved with fearful and anxious emotions. The hippocampus is next to and interconnected with the amygdala. Although it is considered part of the limbic system, the hippocampus is generally associated with memory more so than emotion. The parahippocampal gyrus is an area of cortex that surrounds the hippocampus and also plays a role in memory. The cingulate cortex or cingulate gyrus is found just above the corpus callosum and is involved in various aspects of emotion and memory. The septal nuclei have connections with a number of other limbic structures and are thought to be especially important to pleasure, reward, and reinforcement. The mammillary bodies are two groups of nuclei that are involved in memory and have extensive connections with the amygdala and hippocampus. The fornix is a fiber bundle that carries information from the hippocampus to the mammillary bodies and then on to the thalamus. The hypothalamus controls hormone release via the anterior pituitary and can exert widespread influence over bodily states to maintain homeostasis. While there are other structures that may be included in the ജോസഫ് സാർ അൺമ്യൂട്ട് ചെയ്യണം. ലിംബിക് സിസ്റ്റത്തിന്റെ ഫങ്ഷൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ ഇമോഷൻസിനെ കുറിച്ചാണ് കൂടുതൽ പഠിക്കാൻ നോക്കുന്നത്. അപ്പോൾ ആ ഇമോഷൻസിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പാഠഭാഗങ്ങളിലേക്ക് വരിക. അതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഇമോഷനാണ്, ദെൻ ബിഹേവിയർ, ദെൻ മോട്ടിവേഷൻ ആൻഡ് മെമ്മറി. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അല്ലേ. സംഗീതവുമായിട്ട് ഇതെല്ലാം കണക്റ്റഡ് ആണെന്നുള്ളത്. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് നമ്മൾ അല്പം ഗ്രാഹ്യം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. There are 4 main structures of the limbic system. 4 എണ്ണമാണ്. അറിയാവുന്നതായതുകൊണ്ട് ഞാൻ വേഗം പറഞ്ഞു പോകാം. ഹൈപ്പോതലാമസ്, ഇതൊക്കെ ഡീപ് ഇൻസൈഡ് ദ ബ്രെയിൻ, ബ്രെയിനിന്റെ വളരെ ഉള്ളിലുള്ള ഘടകങ്ങളാണ്. അത് നമ്മുടെ ബോഡിയുടെ സ്മാർട്ട് കൺട്രോൾ ആൻഡ് കോർഡിനേറ്റിംഗ് സെന്റർ എന്ന് പറയും. കൺട്രോൾ ആൻഡ് കോർഡിനേറ്റിംഗ് സെന്റർ ആണ് ഹൈപ്പോതലാമസ്. പ്രൊഡ്യൂസ് ഹോർമോൺസ്. അതുകൊണ്ട് വളരെ ഗുണങ്ങൾ നമുക്ക് തരുന്നുണ്ട് ഹൈപ്പോതലാമസിന്റെ പ്രവർത്തനങ്ങൾ. എന്തൊക്കെയാണ്? ഹെൽപ്പ് യു സ്ലീപ്, മാനേജ് മൂഡ്, ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ്, സെക്ഷുവൽ അറൗസൽ, ബ്ലഡ് പ്രഷർ, ബോഡി ടെമ്പറേച്ചർ ആൻഡ് ഹാർട്ട് റേറ്റ്. എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? നമ്മളൊന്ന് ഒരു പാട്ട് കേട്ട് നോക്കുക. പാട്ട് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും, മൂഡിനെ സ്വാധീനിക്കും. നമുക്ക് ഉറക്കാനുള്ളൊരു ചേതന തരുന്ന പാട്ടുകളുണ്ടല്ലോ അല്ലേ. അതാണ് നീലാംബരി രാഗമൊക്കെ നമുക്കറിയാം. നമ്മുടെ മൂഡ് മാനേജ് ചെയ്യുന്നു. അപ്പോൾ ഹൈപ്പോതലാമസിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുന്നതും സംഗീതമായിട്ട് കണക്ട് ചെയ്യുന്നതും അതുകൊണ്ടാണ്. നമ്മുടെ മൂഡിനെ സംഗീതം അഫക്റ്റ് ചെയ്യുന്നു, സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത്. നമ്മുടെ വിശപ്പിനെയും ദാഹത്തെയും, സെക്ഷൽ അറൗസൽ, പ്രണയം അല്ലേ. പ്രണയം എന്ന് പറയുന്നത് സെക്ഷൽ അറൗസൽ എന്ന് ഞാൻ അർത്ഥമാക്കുന്നില്ല. എന്നാൽ തന്നെയും ഒരു
വൈകാരിക തൃഷ്ണ ഉണ്ടാക്കാനായിട്ട് സംഗീതത്തിന് കഴിയും, അല്ലേ? വിനയോടുള്ള സ്നേഹം അല്ലെങ്കിൽ വികാരം പ്രകടിപ്പിക്കാനായിട്ട്. അപ്പോൾ ഹൈപ്പോതലാമസും സംഗീതവുമായിട്ട് കണക്റ്റഡ് അല്ലേ? ബ്ലഡ് പ്രഷർ, നമ്മൾ സംഗീത ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ നമ്മുടെ രാഗങ്ങളെ കുറിച്ച് പറഞ്ഞു. ആനന്ദ ഭൈരവി ഇങ്ങനെയുള്ള രാഗങ്ങളൊക്കെ നമ്മുടെ ബ്ലഡ് പ്രഷർ നോർമലൈസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ സംഗീതവും ഹൈപ്പോതലാമസുമായിട്ട് അങ്ങനെ കണക്റ്റഡ് ആകുന്നു. ബ്ലഡ് പ്രഷർ, ബോഡി ടെമ്പറേച്ചർ, ചില പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടി ചിലത് കുറയും, സ്വാധീനിക്കാൻ സാധിക്കുന്നു. ഹാർട്ട് റേറ്റ് നോർമലാക്കാൻ അല്ലെങ്കിൽ കുറയ്ക്കാനായിട്ട് സംഗീതത്തിന് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഹൈപ്പോതലാമസിനെ കുറിച്ച് ചെറിയ ഒരു വിവരണം തന്നത്. ഹൈപ്പോതലാമസ് manage hormones that govern automatic nervous system. ഓട്ടോമാറ്റിക് നെർവസ് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് ഇറ്റ് ഈസ് ബോഡീസ് സ്മാർട്ട് കൺട്രോൾ കോർഡിനേറ്റിംഗ് സെന്റർ എന്ന് പറഞ്ഞു. ദെൻ അമിഗ്ഡല, ഇതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായതുകൊണ്ട് ഞാൻ വേഗം പോകാം. സ്മോൾ പാർട്ട് ആണ്, തീരെ ചെറുതാണ്. അപ്പോൾ ആ ചിത്രത്തിൽ വേണമെങ്കിൽ നമുക്കത് കാണാം. സാധാ ചിത്രം വന്നിട്ടുള്ളൂ, ഡയഗ്രം വന്നിട്ടുള്ളൂ. ഹൈപ്പോതലാമസ്, അമിഗ്ഡല, സ്മോൾ പാർട്ട് ബട്ട് ബിഗ് ജോബ്, വലിയ ജോലിയാണ് അത് ചെയ്യുന്നത്. ചെറിയ ഒരു എന്താ പറയുക, ഒരു ബദാമിൻ്റെ ഷേപ്പിലുള്ള ഒരു ചെറിയ ഇതാണ്. plays a role in how we experience social interpretations, emotions, feelings, memory. ഇതിനെയൊക്കെ സ്വാധീനിക്കുന്ന ഒരു ചെറിയ ഭാഗമാണ് അമിഗ്ഡല എന്ന് പറയുന്നത്. ബ്രെയിനിന്റെ ഡീപ്പ് ഇൻസൈഡ് ഉള്ള അമിഗ്ഡല നമ്മുടെ എക്സ്പീരിയൻസുകളെയാണ് സ്വാധീനിക്കുക. മറ്റുള്ളവരെ എങ്ങനെ നമ്മൾ വിലയിരുത്തുന്നു, മറ്റുള്ളവരെ കാണുമ്പോൾ എങ്ങനെ നമ്മൾ സ്വാധീനിക്കപ്പെടുന്നു, നമ്മൾ എങ്ങനെ അവരെ സ്വാധീനിക്കുന്നു, അവരെങ്ങനെ നമ്മളെ സ്വാധീനിക്കുന്നു, എല്ലാം വിലയിരുത്തപ്പെടുന്നത് അമിഗ്ഡലയുടെ ഇതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഫീലിങ്സ് ലൈക്ക് ആങ്സൈറ്റി, ആങ്കർ ആൻഡ് ഫിയർ, ഇതൊക്കെ കൺട്രോൾ ചെയ്യും. അപ്പോൾ അമിഗ്ഡലയെ പ്രോസസ്സിംഗ് സെന്റർ ഓഫ് ഇമോഷൻസ് എന്ന് പറയാം. ഇമോഷൻസിനെ പ്രോസസ്സ് ചെയ്യുന്ന സെന്ററാണ്, കേന്ദ്ര ബിന്ദുവാണ് അമിഗ്ഡല. അതും സംഗീതമായിട്ട് എന്താ ബന്ധം? നമുക്കറിയാം, സംഗീതം ഇമോഷൻസിനെ സ്വാധീനിക്കും. അവിടെ നമ്മൾ അറിയാതെ തന്നെ പാട്ട് കേൾക്കുമ്പോൾ, സംഗീതം ആസ്വദിക്കുമ്പോൾ, സംഗീതം നമ്മൾ ചെയ്യുമ്പോൾ, അല്ലേ, പെർഫോം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പാട്ട് എഴുതുമ്പോൾ ഒക്കെ നമുക്ക് അമിഗ്ഡലയുടെ ഒരു സ്വാധീനം അവിടെ വരുന്നുണ്ടെന്നുള്ളതാണ്. ഇമോഷൻസിനെ പ്രോസസ് ചെയ്യും. തലാമസ് കാണാമായിരിക്കും ചിത്രത്തിൽ. തലാമസ് എന്ന് പറയുന്നത് ബോഡിയുടെ ഇൻഫർമേഷൻ റിലേ സ്റ്റേഷനാണ്. ഇൻഫർമേഷൻ റിലേ സ്റ്റേഷൻ തലാമസ്. എങ്ങനെയാണ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുക? എങ്ങനെയാണ് നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടുക? ത്രൂ സെൻസസ്, അല്ലേ? തലാമസ് പ്രോസസ് സെൻസറി ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യുന്ന സെന്ററാണ് തലാമസ്. അപ്പോൾ ഇവിടെ സ്മെല്ലൊഴിച്ച് ബാക്കിയുള്ള സെൻസറി കാര്യങ്ങളല്ലേ കൈകാര്യം ചെയ്യും. എന്തൊക്കെയാണ് സ്മെല്ലൊഴിച്ചുള്ള ബാക്കി കാര്യങ്ങൾ? കേൾവി, ഹിയറിംഗ്, ടേസ്റ്റ്, സൈറ്റ് ആൻഡ് ടച്ച്. തലാമസിന്റെ പ്രവർത്തന മേഖല അതൊക്കെയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് വിത്ത് മെമ്മറി, പ്ലാനിങ് ആൻഡ് ഇമോഷൻസ്. ഇറ്റ് ഹെൽപ്സ് വിത്ത് പ്ലാനിങ്, ദെൻ മെമ്മറി. നമ്മൾ ഇമോഷൻസിന്റെ കാര്യം പറഞ്ഞു, ഇമോഷൻസിന്റെ സെന്റർ ആണെന്ന് പറഞ്ഞു, അല്ലേ? ദെൻ ഹിപ്പോകാമ്പസ് എന്ന് പറയുന്നത് ഈസ് റെസ്പോൺസിബിൾ ഫോർ അവർ എബിലിറ്റി ടു ഫോം ന്യൂ മെമ്മറീസ്, ലേണിംഗ്. ഇതിനൊക്കെ സാധിക്കും. പാട്ടിലൂടെ നമ്മൾ ലേൺ ചെയ്യുന്നുണ്ട്. ഓരോ പാട്ട് കേൾക്കുമ്പോഴും താരതമ്യം ചെയ്യുന്നുണ്ട്, ഓർമ്മ കൊണ്ടുവരുന്നുണ്ട്, അല്ലേ? പഠിക്കുന്നുണ്ട്, ഓർത്ത് വയ്ക്കുന്നുണ്ട്, മെമ്മറീസ് ഉണ്ട്. സ്മോൾ സ്ട്രക്ചർ ഹെൽപ്സ് ഇൻ റിമെമ്പറിങ്.
റിമെമ്പർ ചെയ്യാനായിട്ട്, ഓർമ്മിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സ്ട്രക്ചർ. അതുപോലെ തന്നെ പറഞ്ഞു ന്യൂ മെമ്മറീസ്, ലേണിംഗ് എങ്ങനെയാണ്? നമ്മുടെ അവയർനെസ് വിത്ത് ദി എൻവയൺമെന്റുമായിട്ടുള്ള അവയർനെസ്സിലൂടെ നമ്മൾ പഠിക്കുവാനായിട്ട് ഹിപ്പോകാമ്പസിന്റെ സഹായമുണ്ട്. മ്യൂസിക് ഹാസ് ദി പവർ ടു ആക്ടിവേറ്റ് ദ ലിംബിക് സിസ്റ്റത്തെ. ലിംബിക് സിസ്റ്റത്തിലെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല. ലിംബിക് സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യുവാൻ സംഗീതത്തിന് സാധിക്കും. അതിനിപ്പോൾ സംഗീതം പഠിക്കണമെന്നൊന്നുമില്ല, സംഗീതം ആസ്വദിക്കുക, നമുക്ക് പറ്റുന്ന രീതിയിൽ സംഗീതം ചെയ്യാം. കേട്ടാൽ മതി, ആസ്വദിച്ചാൽ മതി, അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ബയോളജിക്കൽ ബേസ് ഓഫ് മ്യൂസിക് അറിയേണ്ടത്. കാരണം അതെന്തിനെയൊക്കെ കണക്ട് ചെയ്യുന്നു, സംഗീതം കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, എല്ലാം കണക്ട് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇറ്റ് കണക്ട്സ് വിത്ത് അല്ലെങ്കിൽ അഫക്ട്സ് ഇമോഷൻസ്, ബിഹേവിയർ, മോട്ടിവേഷൻ, മെമ്മറി, മൂഡ്, അങ്ങനെ നമുക്ക് പലതും പറയാം. സംഗീതം നമ്മുടെ വികാരങ്ങളെ സ്വാധീനിക്കുന്നതിനാൽ എന്നുള്ളതാണ് ഇന്നത്തെ മ്യൂസിക് തെറാപ്പിയിൽ പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ന്യൂറോ ബയോളജി ഓഫ് സെൻസേഷൻ ആൻഡ് റിവാർഡ്. റിവാർഡ് എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ അതേക്കുറിച്ച് പറയുന്നില്ല. റിവാർഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് ആൻ ഇൻസെൻറ്റീവ്, അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഒരു ഗുണം അല്ലെങ്കിൽ ലാഭം, ഇൻസെൻറ്റീവാണ് റിവാർഡ്. സംഗീതം കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ കിട്ടുന്ന ആ സന്തോഷം ഒരു ഇൻസെൻറ്റീവാണ് എന്നുള്ളതാണ്. അതേക്കുറിച്ച് നമ്മൾ അടുത്ത മ്യൂസിക് തെറാപ്പിയുടെ സെഗ്മെന്റിൽ സംസാരിക്കും. ഇന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും ആർക്കെങ്കിലും ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാനോ ഉണ്ടെങ്കിൽ സംസാരിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ സാംബശിവന്റെ ഓർമ്മയിലേക്ക് കിടക്കും. ഓക്കെ സർ, സാംബശിവന്റെ ഓർമ്മയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇമോഷൻസ് ആയിരുന്നു നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഇമോഷൻസ് എന്താണ്? ഇമോഷൻസ് റിസൾട്ട് വെൻ ദി തലാമസ് സെൻസ് എ മെസ്സേജ് ടു ദി ബ്രെയിൻ. തലാമസിൽ നിന്നാണ് മെസ്സേജ് പോകുന്നത്. സെൻസ് എ മെസ്സേജ് ടു ദി ബ്രെയിൻ ഇൻ റെസ്പോൺസ് ടു എ സ്റ്റിമുലസ് റിസൾട്ടിങ് ഇൻ എ ഫിസിയോളജിക്കൽ റിയാക്ഷൻ. ഒരു ഫിസിയോളജിക്കൽ റിയാക്ഷനെ ബേസ് ചെയ്തുണ്ടാകുന്ന സെൻസേഷൻ, അല്ലേ? ഒരു മെസ്സേജ് തലാമസ് ബ്രെയിനിലേക്ക് കൊടുക്കുമ്പോഴാണ് ഇമോഷൻസ് നമുക്കുണ്ടാകുന്നത്. അതിൻ്റെ ഒരു റിയാക്ഷനാണ്. പാട്ട് കേൾക്കുക എന്ന് പറയുന്നതും ഒരു ഔട്ട്സൈഡ് എൻവയൺമെന്റ് എന്ന് വരുന്ന ഒരു കാര്യമാണ്, ഒരു ഫിസിയോളജിക്കൽ കാര്യമാണ്, ഫിസിയോളജിക്കൽ റിയാക്ഷനാണ്. പാട്ട് കേൾക്കുമ്പോൾ ഫിസിയോളജിക്കൽ റിയാക്ഷൻ എവിടെയാണ്? നമ്മുടെ ചെവിയിൽ സംഭവിക്കുന്നു, അത് പാസ് ചെയ്ത് പോകുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ നമുക്ക് സാംബശിവനെ ഓർക്കാം. എന്തുകൊണ്ടാണ് സാംബശിവനെ ഓർക്കാൻ ഈ ദിവസം തിരഞ്ഞെടുത്തതെന്ന് ആർക്കെങ്കിലും പറയാമോ? ജന്മദിവസമോ ഓർമ്മ ദിവസമോ എല്ലാം? അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ആയിരുന്നു ജൂലൈ 4. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ ഒരുവിധമൊക്കെ പ്രായമുള്ളവരാണെന്നാണ് ഞാൻ കരുതുക. അപ്പോൾ സാംബശിവൻ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒത്തിരി ഓർമ്മകളാണ് വരിക, അല്ലെ? ഒരു കാലത്ത് കേരളക്കരയാകെ കേൾക്കാൻ ആഗ്രഹിച്ച ശബ്ദത്തിന്റെ ഉടമയായിരുന്നു സാംബശിവൻ. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇങ്ങനെ കൊതിച്ചിട്ടുണ്ട്, അടുത്ത അമ്പലത്തിലെ ഉത്സവത്തിനും പള്ളിയിലൊക്കെ സാംബശിവൻ വരുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അന്ന് പോകാനുള്ള സൗകര്യങ്ങളോ സാധ്യതകളോ പോസിബിലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് എപ്പോഴാണ് ഈ കഥകളൊക്കെ കേട്ടത് പറയാമോ? നമ്മളൊക്കെ ആ കഥകൾ, അദ്ദേഹത്തിന്റെ കഥകൾ ഒത്തിരി ആവർത്തി കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് കേട്ടതെന്ന് പറയാം. അദ്ദേഹം കുറെ കാസറ്റ്സ് ആക്കി, മിക്കവാറും കഥകളുടെ കാസറ്റ്സ് ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ ആ കാസറ്റുകളില്ല, ഇപ്പോൾ CD ആയി, CD കഴിഞ്ഞപ്പോൾ ആ കാലമൊക്കെ പോയി. അതൊക്കെ നമുക്ക് ഒരു ഗൃഹാതുരത്വ
തരുന്ന സ്മരണകളാണ്, ഓർമ്മകളാണ്. സാംബശിവനും ഒരു സ്മരണയാണ്. സാംബശിവനിലൂടെ നമ്മൾ ഒത്തിരി പേരെ ഓർക്കുകയാണ്. എങ്ങനെയാണത്? സാംബശിവനിലൂടെ നമ്മൾ ഈ ലോകത്തുണ്ടായിരുന്ന പല വിശിഷ്ട വ്യക്തികളും ഓർക്കും. വില്യം ഷേക്സ്പിയർ, അല്ലേ? അങ്ങനെ ലിയോ ടോൾസ്റ്റോയ്. കാരണം എന്താണ്? അവരുടെ കഥകളൊക്കെ അല്ലെങ്കിൽ അവരുടെ കഥാപാത്രങ്ങളൊക്കെ കേരളത്തിലെ സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മളെ പരിചയപ്പെടുത്തുന്ന ഒരു മഹാ കലാകാരനാണ്. ഇപ്പോൾ ഉത്സവ പെരുന്നാൾ സ്ഥലങ്ങളിലൊക്കെ അല്ലെങ്കിൽ ആ സന്ദർഭങ്ങളിലൊക്കെ ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു സാംബശിവൻ എന്ന് പറയുന്നത്. വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ കാൽനടയായിട്ടും സൈക്കിളിലും ചൂട്ട് കത്തിച്ചുമൊക്കെ സാംബശിവന്റെ കഥ കേൾക്കാനായിട്ട് നടന്നും ഓടിയും മറ്റു വാഹനങ്ങൾ പിടിച്ചുമൊക്കെ പോയതായിട്ട് നമുക്കറിയാം. നമ്മൾ പുറകോട്ടിലേക്ക് നോക്കിയാൽ അറിയാൻ സാധിക്കും. അങ്ങനെ ഒത്തിരി ജനങ്ങൾ ഒഴുകിയെത്തിയ കാലം എൻ്റെ ഓർമ്മയിലും. എങ്കിലും പാട്ടുകൾ നമുക്ക് എന്തുകൊണ്ട് സാംബശിവനെ നമ്മൾ ഓർക്കുന്നത് അദ്ദേഹത്തിന്റെ ആ സ്വരമാധുരിയും പാട്ടുകളോടുള്ള അല്ലെങ്കിൽ പാട്ടുകളെ കഥയിലേക്ക് സന്നിവേശിപ്പിച്ച ആ ഒരു ചാതുരി കൊണ്ടാണ്, ആ ഒരു വൈദഗ്ധ്യം കൊണ്ടാണ്. കവിതകളെയും കഥകളെയൊക്കെ സംഗീതാത്മകമായി അവതരിപ്പിച്ചതുകൊണ്ടാണ് ആ ഒരു നമ്മളിന്ന് അദ്ദേഹത്തെ ഓർമ്മിക്കാനായിട്ട് സമയം കണ്ടെത്തിയത്. തുള്ളലിൽ എന്ന പോലെ, തുള്ളൽ എങ്ങനെയാണ് അവിടെ ഇരിക്കുന്നവരെ കഥാപാത്രങ്ങളാക്കിക്കൊണ്ടാണ്, അല്ലേ? കളിയാക്കിയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണല്ലോ തുള്ളൽ മുന്നോട്ട് പോവുക. അതുപോലെ കഥാപ്രസംഗത്തിന്റെ വേദിയിൽ സാംബശിവനും മറ്റുള്ളവരെ അവിടെ സന്നിഹിതരാകുന്നവരെയും കഥാപാത്രങ്ങളാക്കി അവതരിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അദ്ദേഹത്തിന്റെ പ്രത്യേകത ആർക്കെങ്കിലും ഇതിലേക്ക് പറയാമോ? നിങ്ങളുടെ ഇഷ്ട കലാകാരനായിരിക്കും സാംബശിവനെന്ന് ഞാൻ കരുതുകയാണ്. സാംബശിവനെ പറ്റി ഓർക്കുമ്പോ എന്റെ മനസ്സിൽ ആദ്യം വരുന്നത് അപ്സരസാണെന്റെ ഡെസ്റ്റിമൺ, അതാണ് ആ ഒത്തല്ലോടെ. കാരണം അത് എന്ത് രസമായിട്ടാണെന്ന് അറിയാം അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ വളരെ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ളതാണ്. ബട്ട് ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ്. നമ്മുടെ മനസ്സിൽ പറിച്ചെറിഞ്ഞാലും പോവില്ല എന്നതാണ് എന്റെ മനസ്സിലുണ്ട്. അപ്സരസാണെന്റെ ഡെസ്റ്റിമൺ കൃത്യമായി പാടുപാടും സമ്മേളനങ്ങളിൽ സൽസ്വഭാവത്തിന്റെ ദേവതയാണവൾ, സംശയിക്കില്ലൊരു കാലവും നിന്നെ ഞാൻ. താങ്ക് യു വിൻസെന്റ് സാർ, ഓർത്ത് എടുത്തതിന്. ഘന ഗംഭീരമായ അഭിനയത്തിന് അദ്ദേഹം ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് തന്നെയല്ല, അദ്ദേഹം ഒരു കഥ അവതരിപ്പിക്കുമ്പോൾ അഭിനയിച്ചുകൊണ്ടാണ്, കഥാപാത്രങ്ങളെയൊക്കെ അവതരിപ്പിച്ചുകൊണ്ടാണ്, അഭിനയിച്ച് നമ്മളുടെ മനസ്സിലൊരു ചിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുക. ഇപ്പോൾ അനീസിയെ വർണ്ണിച്ചതുപോലെ അപ്സരസാണെന്റെ ഡെസ്റ്റമനെ വർണ്ണിച്ചതുപോലെ, അതുപോലെ ആലാപന സൗകുമാര്യം, മെയ്വഴക്കം, പുരോഗമന വീക്ഷണമുണ്ട് അദ്ദേഹം. ഉയർന്ന ചിന്തയാണ്, അല്ലെ? സമൂഹ നന്മയ്ക്ക് വേണ്ടി ഒത്തിരി കഷ്ടതകളും സഹിച്ചതാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ പോവുകയുണ്ടായ ചരിത്രം നിങ്ങൾക്കറിയാം. സാധികൻ കലാകാരൻ എന്ന തന്നെ ഇങ്ങനെയുള്ള കലാകാരൻ, ഇത്രയും കഴിവുകൾ ഒത്തിണങ്ങിയ കലാകാരന്മാർ വിരളമാണ്. കഥ പറയാനായിട്ട് രംഗപ്രവേശനം തന്നെ ആഘോഷമാക്കിക്കൊണ്ടാണ് അദ്ദേഹം വരിക. പിന്നെ അദ്ദേഹം കഥ പറയുമ്പോൾ ശബ്ദത്തെക്കാൾ ദൃശ്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. ഇപ്പോൾ ഡെസ്റ്റമണിനെ നിങ്ങളെല്ലാവരും കണ്ടു, അപ്സരസാണ്. ആ ഒരു വാക്കിലൂടെ എത്രയോ സുന്ദരിയാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ചിലപ്പോൾ ആ ടെക്സ്റ്റിൽ ഏതാനും പേജുകളായിരിക്കും ഡെസ്റ്റമണിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകുക, പക്ഷെ അത് ഏതാനും വരികളിലൂടെ നമ്മളുടെ മുന്നിൽ അവതരിപ്പിച്ചു സാംബശിവൻ. അനീസ്യ, കഥാപ്രസംഗ കലയെ ഉയരങ്ങളിൽ എത്തിച്ച ഒരു മഹാൻ, ആരെയും പിടിച്ചിരുത്തുന്ന ശബ്ദ സൗകുമാര്യം,
ശാരീരം, പിന്നെ അഭിനയസിദ്ധി, ഇതെല്ലാം ഒത്തിണങ്ങിയ കലാകാരൻ. അദ്ദേഹത്തിൻ്റെ ഒഥല്ലോ എന്ന കഥ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ എത്രയോ പ്രാവശ്യം അത് കേട്ടിട്ടുണ്ട്. പക്ഷെ വീണ്ടും വീണ്ടും എത്ര പ്രാവശ്യം കേട്ടാലും വീണ്ടും കേൾക്കാൻ തോന്നും. ഒഥല്ലോയുടെ തുടക്കം എന്ന് പറഞ്ഞു നോക്കട്ടെ, നിങ്ങൾ അനുവദിച്ചാൽ പറയാം. വിശ്വസാഹിത്യകാരനായ വില്യം ഷേക്സ്പിയറുടെ ലോകപ്രശസ്തമായ ഒഥല്ലോ ഇങ്ങനെയാണ് തുടങ്ങുക. അപ്പോൾ ഒരു സിമ്പലും ഒക്കെ അടിച്ച് ഒരു എന്താ പറയുക, നല്ലൊരു അന്തരീക്ഷം അവിടെ ഉണ്ടാകും. തൻ്റെ പ്രിയപത്നി ഡെസ്റ്റമണയെ കുറിച്ച് ഒഥല്ലോ അഭിമാനപൂർവ്വം പറയുമായിരുന്നു. അതാണ് നേരത്തെ കേട്ടത്. വിൻസെന്റ് സാർ പറഞ്ഞു, അപ്സരസാണെന്റെ ഡെസ്റ്റമൺ ഹൃദ്യമാൻ, പാടുമാടും സുഖ സമ്മേളനങ്ങളിൽ സൽസ്വഭാവത്തിൻ്റെ ദേവതയാണവൾ, സംശയിക്കില്ലൊരു കാലവും നിന്നെ ഞാൻ. കഥ പുരോഗമിക്കുമ്പോ അവസാനം സംശയത്തിന്റെ പേരിൽ ഡെസ്റ്റമണെ കൊല്ലുന്നതാണ്. അപ്പോൾ കഥയുടെ ആ ഹിന്ദി ഇവിടെ വന്നിരിക്കുകയാണ്. സംശയിക്കില്ല ഞാനൊരു കാലവും നിന്നെ ഞാൻ എന്ന് പറഞ്ഞ ആള് തന്നെ ട്രാജഡി. ഈ ഡെസ്റ്റമണ ജനിച്ചത് വെനീസ് നഗരത്തിലാണ്, യൂറോപ്പിൽ. അവളുടെ ഭർത്താവ് ഒഥല്ലോ ആഫ്രിക്കക്കാരനല്ലേ, ആണല്ലോ, സോറി, ഉത്തരാഫ്രിക്കയിൽ മൂർ വർഗക്കാരുടെ ഇടയിൽ ജീവിത ക്ലേശങ്ങളുടെ നടുവിൽ ജനിച്ച ഒഥല്ലോ. വേദന തിങ്ങുന്ന ജീവിത സാനുവിൽ തേങ്ങലിലല്ലോ പിറന്നൊഥല്ലോ, മേലാളരെത്ര കൈമാറി അടിമയായി പോയവൻ ഏതേതു നാടുകളിൽ. അപ്പോ നമുക്കിപ്പോ രണ്ട് കഥാപാത്രങ്ങളെ ഏതാനും വരികളിലൂടെ ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഒന്ന് ഡെസ്റ്റമൺ, ഒഥല്ലോ, നായികയുമായി അല്ലേ. വേദന തിങ്ങുന്ന ജീവിത സാനുവിൽ തേങ്ങയിലല്ലോ പിറന്നൊഥല്ലോ. ഏതാനും വാക്കുകളിൽ ആ ചിത്രം നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ എവിടെയാണ് ജനിച്ചതെന്ന് രണ്ട് ലൈനിൽ പറഞ്ഞു കഴിഞ്ഞു. മേലാളരെത്ര കൈമാറി, അപ്പോൾ അന്ന് അടിമക്കച്ചവടം നിലനിന്നിരുന്ന കാലമാണ്. മേലാളരെത്ര കൈമാറി അടിമയായി പോയവൻ ഏതേതു നാടുകളിൽ. ഏതോ നാടുകളിലൊക്കെ പോയി അവസാനം ഒരു മേലാളൻ, ഒരു യജമാനൻ, ഒരു എന്താ പറയുക മേലാളൻ, സാംബശിവൻ പറഞ്ഞ പോലെ വിലയ്ക്ക് വാങ്ങി അയാളെ വെനീസിൽ കൊണ്ടുവരും. അവിടെ സർവ്വ സൈന്യാധിപനാകുന്നു. അതിൻ്റെ കഴിവുകൾ കൊണ്ട് അതിനിടയ്ക്ക് ഉണ്ടാകുന്ന പ്രണയവും അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന എന്താണ് അസൂയയും വഴക്കും അല്ലേ, ആ കഥകൾ അങ്ങനെ നീണ്ടു പോവുകയാണ്. അതാണ് ഒഥല്ലോയുടെ തുടക്കം. ഏതാനും വരികളിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ചതാണ്. അപ്പോൾ എത്രയെത്ര ചിത്രങ്ങളാണ് ഈ വരികളിലൂടെ അത് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് അദ്ദേഹം വാരി വിതറിയത്. ഷേക്സ്പിയറിൻ്റെ നായികയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എങ്ങനെ? നാടൻ ഭാഷയിൽ, മലയാളികൾക്ക് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന ഭാഷയിലേക്ക് നമ്മളെ വിശ്വസാഹിത്യത്തിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുവാൻ സാംബശിവൻ കാണിച്ച കഴിവ് പ്രശംസനീയമാണ്. കഥാപ്രസംഗത്തിനെ ഉയരങ്ങളിൽ എത്തിക്കാൻ യത്നിച്ച കുറേ പേരുണ്ട്. അതിലേറ്റവും പ്രാധാന്യം സാംബശിവൻ തന്നെ. 1929 ജൂലൈ 4 കൊല്ലം ജില്ലയിലെ ചവറ തെക്കുംഭാഗം എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. മേലൂട്ട് വേലായുധന്റെയും ശാരദയുടെയും മൂത്ത മകനായി ജനിച്ചു. ഭാര്യ സുഭദ്ര. മൂത്ത മകനെ നിങ്ങൾക്ക് അറിയായിരിക്കും. ആർക്കെങ്കിലും അറിയാവുന്നത് പറയാമോ? അറിയേണ്ടതാണ്. ഒരു ക്ലൂ തരാം. കൊല്ലം SN കോളേജിലെ കെമിസ്ട്രി പ്രൊഫസറായിരുന്നു. അതല്ല ഇവിടെ പ്രധാനം. അദ്ദേഹം സാംബശിവന്റെ പാത പിന്തുടർന്ന വ്യക്തിയായിരുന്നു. കഥാപ്രസംഗ മേഖലയിലുണ്ടായിരുന്നു. അച്ഛൻ്റെ പാത പിന്തുടർന്നു. ഞാൻ തന്നെ പറയാം, വസന്തകുമാർ സാംബശിവൻ. ഇപ്പോൾ ഓർക്കുന്നുണ്ടാവും അല്ലേ? 1996 ഏപ്രിൽ 23 67-ാം വയസ്സിൽ
ശ്വാസകോശാർബുദം ബാധിച്ച് ഈ പ്രിയ കലാകാരൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. 1996. മലയാളക്കര ഒരിക്കലും മറക്കാത്ത കലാകാരൻ വി സാംബശിവൻ. അദ്ദേഹം 53 കഥകൾ അവതരിപ്പിച്ചു. 15,000-ഓളം വേദികൾ. 15,000-ഓളം വേദികളിൽ നിന്ന് വേദികളിലേക്ക് പറക്കുകയായിരുന്നു ഒരു കാലഘട്ടം സാംബശിവൻ. തൻ്റെ കഥകളിലൂടെ വിശ്വസാഹിത്യ കൃതികളെയും വിശ്വസാഹിത്യത്തിലെ കഥാപാത്രങ്ങളെയും മലയാളിക്ക് പരിചയപ്പെടുത്തി തന്ന കലാകാരൻ. ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പുല്ലാങ്കുഴി എന്ന് പറയുന്ന സിനിമയിൽ. ആ സിനിമയിലെ ശബ്ദം നൽകിയത് ഒരു പ്രസിദ്ധ സിനിമാ നടനാണ്, മറ്റാരുമല്ല, ശ്രീനിവാസനാണ് സാംബശിവന് പുല്ലാങ്കുഴി എന്ന സിനിമയിൽ ശബ്ദം നൽകിയത് എന്ന് പറയുന്നു. അങ്ങനെ 1996 ആറ്റിങ്ങലിലെ പാങ്കുളം മാടന്നട ക്ഷേത്രത്തിൽ അവതരിപ്പിച്ച 7 നിമിഷങ്ങൾ ആണ് അവസാനത്തെ സ്റ്റേജ് പ്രോഗ്രാം. 1996 മാർച്ച് 7. നമുക്ക് എല്ലാ കലാകാരന്മാരെയും അങ്ങനെ തോന്നാറില്ല. നമ്മുടെ ആരോ ആണ്, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഇഷ്ടമുള്ള എന്തോ ഒരു പ്രത്യേക സ്നേഹം തോന്നുന്ന ഒരു കലാകാരൻ നമ്മെ അങ്ങനെ വിട്ടുപിരിഞ്ഞു. ഇന്നും വിട്ടുപിരിഞ്ഞെങ്കിലും ഇന്ന് ജനമനസ്സുകളിൽ ജീവിക്കുന്ന കലാകാരനാണ് വി സാംബശിവൻ. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഈ ജന്മവാർഷിക ദിനം പിന്നിട്ട ഈ അവസരത്തിൽ മാറ്റിനെ ഫ്രീ വെബിനാർ ഈ വേദി നമസ്കരിക്കുന്നു, പ്രണാമ ഓർമ്മകൾ കൊടുക്കും. താങ്ക് യു. സാബു സാറേ, നമുക്ക് പാട്ട് ആലാപനമാണ് അല്ലേ? ഓക്കെ സാർ. അപ്പം ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ മഴയുമായിട്ട് ബന്ധമുള്ള കാലവർഷമൊക്കെ ആണല്ലോ അല്ലേ? അപ്പം അതുകൊണ്ട് മഴയുമായി ബന്ധപ്പെട്ട ചില പാട്ടുകളാണ്. പാട്ടുകൾ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഞാനൊന്ന് പറയാൻ പാട്ടുകൾ. ആദ്യത്തെ പാട്ട് ഇതാണ്. മഴ പെയ്തു മണ്ണ് കുളിർത്തു എന്നുള്ളൊരു പാട്ട്, ലജ്ജാവതി എന്നുള്ള സിനിമയിലെ പി ജയചന്ദ്രൻ്റെ ഇഷ്ടം പാട്ട്. പിന്നെ പുതുമഴയായി പൊഴിയാം മധുമയമായി ഞാൻ പാടാം. പിന്നത്തെ ഒരു പാട്ട് തുലാവർഷമേഘം ഒരു പുണ്യതീർത്ഥം എന്ന് പറയുന്ന ഒരു പാട്ട്, സ്വർണ്ണ മത്സ്യം, പഴയ പാട്ട്. പഴയ പാട്ട്. പിന്നെ പനിനീർ മഴ പൂമഴ തേന്മഴ എന്ന് പറയുന്ന ഭൂമിദേവി പുഷ്പണിയായി എന്നുള്ള. പിന്നെ ഒരു പാട്ട് മഴവിൽ കുളിരൊഴുകി വിരിഞ്ഞൊരു വർണ്ണ മഴ, പ്രണയമണി തൂവൽ ഒഴിയും പവിഴമഴ, അത് അഴകിയ രാവണൻ. പിന്നെ പാതിരാമഴ ഏതോ ഹംസഗീതം പാടി ഉള്ളടക്കുന്നത് മനോഹരമായ. പിന്നെ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ നീ എത്ര ധന്യയിലെ യേശുദാസിന്റെ വരി പാട്ട്. പിന്നെ അടുത്തത് ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞു നിൽക്കുക. പിന്നെ ഒരു പാട്ട് കാതിൽ തേന്മഴയായി പാടു കാറ്റിയ കടലേ. പിന്നെ ഉള്ളത് ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ. ഇത്രയും പാട്ടുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങാം. ആദ്യത്തെ പാട്ട് മഴ പെയ്തു മണ്ണ് കുളിർ. ഒരു കാര്യം പറഞ്ഞോട്ടെ, അതുപോലെ മഴയ പാട്ടുകൾ നിങ്ങൾക്ക് ഇതിൽ ലിസ്റ്റിൽ പെടാത്തത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് അതും ആലപിക്കാനുള്ള അവസരമുണ്ട് കേട്ടോ. ഈ പാട്ട് ഒരു നാടോടി സർക്കസിന്റെ പാട്ടായിട്ടാണ് ഞാനത് ആദ്യമായിട്ട് കേൾക്കുന്നത്, വളരെ കുട്ടിക്കാലത്താണ്. അപ്പൊ എപ്പോഴും ഈ പാട്ടാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ചെയ്യുന്നത്. മഴ പെയ്തു മണ്ണു കുളിർത്തു മല്ലീശ്വരനെയ്തൻ മനം കുളിർത്തു ഹൃദയ സരസിലെ കളഹംസമേ മല്ലീശ്വരനെയ്തൻ മനം കുളിർത്തു. വീണ്ടും ഗ്രൗണ്ടിലാണത്. അപ്പൊ ആ പാട്ട് മിനു മാഡം പാടുന്നു. പാടി.
പഠിക്കും മഴ പഠിക്കും. പെയ്തു പെയ്തു മണ്ണു കുളിർത്തു മല്ലീശ്വരനെ ദൈതൻ മനം കുളിർത്തു. മഴ പെയ്തു പെയ്തു മണ്ണു കുളിർത്തു മല്ലീശ്വരനെ ദൈതൻ മനം കുളിർത്തു. മല്ലീശ്വരനെ ദൈതൻ മനം കുളിർത്തു. മല്ലീശ്വരനെ ദൈതൻ മനം കുളിർത്തു. മഴ പെയ്തു പെയ്തു മണ്ണു കുളിർത്തു മല്ലീശ്വരനെ ദൈതൻ മനം കുളിർത്തു. പച്ചപ്പാടത്തെ പനം തത്തയോ പഞ്ചവർണ്ണമിണങ്ങും പൈങ്കിളിയോ. പച്ചപ്പാടത്തെ പനം തത്തയോ പഞ്ചവർണ്ണ പനം തത്തയോ പൈങ്കിളി. ഞാനീ പാട്ടുകാരുടെ തൊഴും കളിത്തോൾ. മഴ പെയ്തു പെയ്തു മണ്ണു കുളിർത്തു മല്ലീശ്വരനെ ദൈതൻ മനം കുളിർത്തു. മല്ലീശ്വരനെ ദൈതൻ മനം കുളിർത്തു. ഓക്കെ, താങ്ക് യു. നല്ല മനോഹരമായ പാട്ട്. ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ടാണ് അല്ലെ, വളരെ ഫാസ്റ്റ് ആയിട്ട് പാടുന്ന. ജോസഫ് സാർ അഡ്മിറ്റ് ചെയ്യണേ. അടുത്ത പാട്ട് ജോസഫ് സാറിനുള്ളതായിരിക്കും അല്ലെ. പുതുമഴയായി പൊഴിയാം. പഠിക്കും. ആരാ പാടുന്നേ? പാടിക്കോട്ടെ, ആരെങ്കിലും പാടിക്കോട്ടെ. വേറെ ആരുണ്ടോ? പാടൂ. ആരൊക്കെയുള്ള പേര് പിടിക്കണം? പുതുമഴയായി പൊഴിയാം. ആരാ പാടുന്നേ? ആരുമില്ല. ലാലി മോഹൻദാസ് ഉണ്ട്, സ്നേഹലത മാം ഉണ്ട്, ജോർജ് സാർ ഉണ്ട്. കുറച്ച് പേരുള്ളോ? റോയ് സാർ ഉണ്ട്. 4 വരിയേ അറിയത്തുള്ളൂ. പാടും. അത് പാടാം. ബാക്കിയുള്ളവര് ബാക്കി പാടിക്കോട്ടെ അല്ലേ. പുതുമഴയായി പൊഴിയാം മധുമയമായി ഞാൻ പാടാം തടവിലെ കിളികൾ തൻ കനവിലെ മോഹമാ പുഴയിലെ ഓളങ്ങൾ തേടും പുതുമഴയായി പൊഴിയാം മധുമയമായി ഞാൻ പാടാം. ബാക്കി ഓക്കെ. മോഹൻ സിത്താരയുടെ സംഗീതം, കൈതപ്പുറം, MG ശ്രീകുമാർ. മുദ്ര എന്ന സിനിമയിലെ ഈ പാട്ട്. നമുക്ക് അടുത്തതിലേക്ക് പോകാം സാറേ. അടുത്തതിലേക്ക് പോകാം. സാബു സാർ മ്യൂട്ടാണ് കേട്ടോ. പാടുവാണോ സാബു സാർ? മ്യൂട്ടാണ്. അടുത്ത പാട്ട് ഇതാണ്. തുലാവർഷ മേഘമൊരു പുണ്യതീർത്ഥം തുളസി പൂങ്കുരുന്നൊരു വർണ്ണചിത്രം. അങ്ങനത്തെ അതിന്റെ ഈട എന്താ? തുലാവർഷ മേഘമൊരു പുണ്യ, അങ്ങനെയാണോ? തുലാവർഷമേഘമൊരു പുണ്യതീർത്ഥം. ജോഷി സാറാണ് പാടുന്നത്. തുളസി പൂങ്കുന്നൊരു ഈ പാട്ടല്ല. ഞാന് കേൾക്കാമോ? കേൾക്കാം. ഈ പാട്ടല്ല. ഞാനൊന്ന് അറ്റൻഡ് ചെയ്യാനും മാത്രം എ ഗ്രേഡ് ആളുകളൊക്കെ വന്നോട്ടെന്ന് വിചാരിച്ചാണ്. നമ്മള് നമ്മള് F ഗ്രേഡിലൊക്കെ ഉള്ളൂ. അപ്പൊ ഞാന് ഇതിൻ്റെ അകത്ത് ഞാൻ ഈ പാടാവെന്ന് വിചാരിക്കുന്ന പാട്ടിൻ്റെ അകത്ത് മഴയുണ്ടെന്ന് വിചാരിക്കുന്നു. മഴയോ മേഘമോ മഴക്കാറോ എന്തേലും മതി. മഴയൊക്കെ ഉണ്ട്, മഴയും മേഘവും ഒക്കെ ഉണ്ട്. മലയാളി പെണ്ണെ അതിന്റെ മനസ്സ്. ബന്ധുക്കൾ ശത്രുക്കൾ എന്ന് പറയുന്ന സിനിമയാണ്. ശ്രീകുമാരൻ തമ്പി, യേശുദാസ്, 1993 ചിത്രം. ഓക്കെ. മലയാളി പെണ്ണെ നിന്റെ മനസ്സ് മലർമേഘ
തിര നീന്തും നഭസ് ശാക്തേയസാരം നിന്മഹസ് ശാശ്വതമാം നിന്റെ തപസ്. മലയാളി പെണ്ണെ നിന്റെ മനസ്സ് മലർമേഘത്തിര നീന്തും നഭസ് വസന്തോദയത്തിലും ഗ്രീഷ്മാതപത്തിലും പെയ്തൊഴിയും വർഷ സംഘർഷണത്തിലും വസന്തോദയത്തിലും ഗ്രീഷ്മാതപത്തിലും പെയ്തൊഴിയും വർഷ സംഘർഷണത്തിലും തെളിയുന്നു ശ്രീത്വത്തിൻ നിത്യഭാവം തെളിയുന്നു ശ്രീത്വത്തിൻ നിത്യഭാവം. അടുത്ത വരി അങ്ങ് ഉയരത്തിലുള്ളതാണ്, ഒട്ടും പറ്റില്ല. അപ്പൊ ഇതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. മലയാളി പെണ്ണെ നിന്റെ മനസ്സ് മലർമേഘത്തിര നീന്തും നഭസ് ശാക്തേയസാരം നിൻ മഹസ് ശാശ്വതമാം നിൻരാഗതപസ്. അപ്പൊ ഒരു മോഹം കൊണ്ട് പാടിയെന്ന് മാത്രം വിചാരിക്കുക. താങ്ക് യു. താങ്ക് യു സർ. നല്ല മനോഹരമായ പാട്ട്. വരട്ടെ, അടുത്ത ഈ പാട്ട് ആർക്കെങ്കിലും പാടാമെങ്കിൽ പാടാം, അതല്ലെങ്കിൽ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. അടുത്ത പാട്ട് തുലാവർഷ അത് തന്നെയാണല്ലോ. അടുത്തത് പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ എന്നുള്ള പാട്ട്. ആരാ ഇത് നല്ലോണം പാടുന്നത്? ഞാൻ ഇത് നാലുപേര് പാടും സാറേ. യെസ്. ഏതാ ഇതിനു മുമ്പുള്ളത്? തുലാവർഷമേഘമൊരു പുണ്യതീർത്ഥം തുളസി പൂങ്കുന്നൊരു വർണ്ണചിത്രം നാടൻ പെൺകൊടി നീയൻ മുന്നിലൊരു നാണം കുണുങ്ങിയ സ്വർണമത്സ്യം തുലാവർഷമേഘമൊരു പുണ്യതീർത്ഥം. ഓക്കെ, താങ്ക് യു. അടുത്ത പാട്ട് ഇതാണ്. പനിനീർ മഴ പൂമഴ തേന്മഴ. പഴയ പാട്ടാ. ഭൂമിദേവി പുഷ്പണിയായി. സാറേ പാടിക്കേ. ഓമന ടീച്ചർ ആരൊക്കെ ഉണ്ട്? രമാവതി മാം ഒക്കെ ഉണ്ടല്ലോ. ഫ്രീ ആയോ? എന്റെ മാം അറിയത്തില്ല. ഓമന മാം ആർക്കെല്ലാം അറിയാവോ? ഈണ അറിയില്ല. ഓക്കെ, അടുത്ത പാട്ട്. നീർമഴ പൂമഴ തേന്മഴ മഴയിൽ കൊതിരുന്നൊരഴകേ നനയുന്നതു കഞ്ചുകമോ സഖി നിന്നെ പൊതിയും യൗവനമോ പനി നീർമഴ പൂമഴ തേന്മഴ. ഓക്കെ, താങ്ക് യു. അടുത്തത് പ്രണയമണി തൂവൽ എന്നുള്ള അഴകിയ രാമനുള്ള പാട്ട്. ആരാ പാടുന്നേ? മിനി മാം ഉണ്ടോ? രേവതി മാം, ഒമ്പന മാം, സ്നേഹലത മാം, ആർക്കെങ്കിലും? നമ്മള് ലാഗ് വരാതിരിക്കാൻ വേണ്ടിയാണ് ആരെങ്കിലും കാത്തു നിൽക്കാതെ പാടുക. ഹാൻഡ് റൈസ് ചെയ്യോ അല്ലാതെയോ അൺമ്യൂട്ട് ചെയ്ത് പാടാം. 4 വരി പാടാം സാറേ. പാടിക്കോ. പ്രണയമണിത്തൂവൽ പവിഴമഴവിൽ കുളിരഴക് വിരിഞ്ഞൊരു വർണ്ണമഴ തോരാത്ത മോഹമീ മഴ ഗന്ധർവഗാനമീ മഴ ആദ്യാനുരാഗമാ മഴ പ്രണയമയ മഴിത്തൂവൽ വർണ്ണമഴ. അത്ര അറിയാം സാറേ. അരികിൽ വരുമ്പോൾ പനിനീർ മഴ അകല
കണ്ണീർ മഴ മിണ്ടുന്നതിൽ എന്നാൽ കണ്ണീർ മഴ യെസ്, നല്ല രസമുള്ള ഒരു പാട്ടാണത്. ഈണത്തിൽ പാടാൻ അറിയാമെങ്കിൽ. യെസ്, വിദ്യാസാഗറുടെ പാട്ടാണ്. യേശുദാസ്. കൈതപ്രം. ആവേരി രാഗം, ആവേരി. അടുത്ത രമാവതി മാഡത്തിന് നെറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. രമാവതി യാത്രയിലായിരിക്കും. അടുത്ത വളരെ സിമ്പിൾ ആയിട്ട് പാടാവുന്ന ഒരു പാട്ടാണ്. കേൾക്കുന്നില്ലല്ലോ സൗണ്ട്. മൈക്ക് അടുപ്പിച്ച് പിടിക്കേ. പാടി വീണപ്പൂ ലിഞ്ഞു പാതിരാമഴതോ ഗീതം പാടി. ഓക്കെ സാറേ, അടുത്തായി. നല്ല പാട്ടായിരുന്നു. ബ്രേക്ക് വരുന്നുണ്ട് ഇടയ്ക്ക്. അതാ അടുത്ത പാട്ട്. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വേറുതേ നിനച്ചു പോയി. ആരാ പാടുന്നേ? യെസ്, വിൻസെന്റ് സാർ. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. രാത്രി മഴ പെയ്തു തോർന്ന നേരം, രാത്രി മഴ പെയ്തു തോർന്ന നേരം, കുളിർ കാറ്റിലിലച്ചാർത്തുലഞ്ഞ നേരം, ഇറ്റിറ്റു വീഴും നീർത്തുള്ളി തൻഗീതം ഹൃത്തന്ത്രികളിൽ പടർന്ന നേരം, കാതരയായൊരു പക്ഷിതൻ ജാലക വാതിലിൻ ചാരേ ചിലച്ച നേരം, വാതിലിൻ ചാരേ ചിലച്ച നേരം, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. താങ്ക് യു സാർ. വിൻസെന്റ് സാർ നോക്കുന്നു. അടുത്ത സ്റ്റാൻസ വിൻസെന്റ് സാർ ഇല്ല സാർ, ഇത്രേ ഉള്ളൂ. ഓ, വിൻസെന്റ് സാർ നോക്കുന്നുണ്ടോ? വിൻസെന്റ് സാർ ഒന്ന് ട്രൈ ചെയ്യുമോ? ഇല്ല, ഇപ്പൊ പുള്ളിക്കാരി നല്ലോണം പാടിയത്. മുറ്റത്തു ഞാൻ നട്ട എന്നൊരു സ്റ്റാൻസയും കൂടെ ഉണ്ട്. മുറ്റത്തു ഞാൻ നട്ട ചെമ്പകപ്പൂവിൽ. അത് സാറ് പാടുവോ വിൻസെന്റ് സാറ്? ഇല്ല, എനിക്ക് ആദ്യത്തെ രണ്ടുപേര് മാത്രമേ മുട്ടുവിരിഞ്ഞ നേരം, സ്നിഗ്ധമാരുടെയോ മുടിച്ചാർത്തിലൻ മുക്തസങ്കൽപ്പം തലോടി നിൽക്കേ, ഏതോ പുരാതന പ്രേമ കഥയിലെ ഗീതികളെന്നിൽ ചിറകടിക്കേ, ഗീതികളെന്നിൽ ചിറകടിക്കേ, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ONV സാറിന്റെ രചന.
ദേവരാജൻ മാസ്റ്റർ സംഗീതം, ഹരികാംബോജി രാഗമാണ് അല്ലേ? നീ അത്ര ധന്യ. വളരെ ധന്യമായ ഒരു പാട്ടാണത്. അടുത്തത് ജൂണിലെ നിലാമഴയിൽ. ആരാ പാടുന്നത്? ഞാൻ പാടാം സാർ. യെസ്, പാടും. ജൂണിലെ നിലാമഴയിൽ നനഞ്ഞു നിൽക്കേ, ജൂണിലെ നിലാമഴയിൽ നനഞ്ഞു നിൽക്കേ, ഒരു ഹൃദയം ജൂണിലെ നിലാമഴയിൽ മഴയിൽ മഴയിൽ പാതിജാലം കണ്ണിൽ നീലജാലം മാഞ്ഞു പോകും മാറിവീണ് മൗനഗോപുരം പ്രണയം നനഞ്ഞു നിന്ന മലരെ എനിക്ക് പുണരാൻ മാത്രം ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞു നിൽക്കേ, ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞു നിൽക്കേ, ഒരു ലോലം ഒരു ലോലം ജൂണിലെ നിലാമഴയിൽ മഴയിൽ ഒരു വാക്ക് പറയാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇടയ്ക്ക് അല്പം ബ്രേക്ക് ഉണ്ടായിരുന്നു, എന്നാലും ഓൾമോസ്റ്റ് മുഴുവൻ ഞങ്ങൾ കേട്ടു. ഓൾമോസ്റ്റ് കേട്ടത് അതിമനോഹരം. അപ്പോൾ ബ്രേക്ക് വന്നതിൻ്റെ ആ ഡിസ്റ്റർബൻസ് ഒഴിവാക്കിക്കൊണ്ട് ഇത് ഒന്ന് പാടി ഗ്രൂപ്പിലിട്ടാൽ ഉപകാരമായിരുന്നു. നന്നായിട്ട് പാടുന്നുണ്ട്, അതുകൊണ്ടാണ്. ഹൈ പിച്ചിൽ പോകുമ്പോഴാണ് കേൾക്കാത്തത്, ഹൈ പിച്ചിലേക്ക് വരുമ്പോഴാണ് കേൾക്കാത്തത്. അതെ, എല്ലാവരും ആസ്വദിച്ചു. ഞാനും പാടിയ ഗ്രൂപ്പിൽ നിന്നിട്ട്. താങ്ക് യു. അടുത്തതും അതുപോലെ രസമുള്ള ഒരു പാട്ടാണ്. കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ. പാടട്ടെ സാർ? പാടിയും. കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ, കാതിൽ തേൻ കേൾക്കുന്നോ? ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. അതെയോ? നെറ്റിന്റെ പ്രശ്നമായിരിക്കും. കാതിൽ തേൻ പാടു കാറ്റേ കടലേ, കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ, കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുളിർത്താരോ മധുരമായി പാടും മണിശംഖുകളായി, കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ, ഒഴുകുന്ന താഴം പൂമണമിതു നാമെന്നും പറയാതെയോർത്തിടും ഗാനം പോലെ ഒരുക്കുന്നു
ഒരുക്കുന്നു കൂടുന്നിതാ മലർക്കൊമ്പിലേതോ കുയിൽ കടൽ പെറ്റൊരി മുത്തു ഞാനെടുക്കും കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുളിർത്താരോ മധുരമായി പാടും മണിശങ്കുകളായി കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ. ഇത്തവണ ഫുള്ളായിട്ട് കേട്ടു കേട്ടോ. ഇത്തവണ നല്ല ക്ലിയർ ആയിരുന്നു. ഇങ്ങനെ മറ്റേ ഹൈ പിച്ച് വരുമ്പോ കിട്ടാതെ വരുന്നതാണ്. മനോഹരമായി പാടി. പക്ഷെ അത്രയും പിച്ചിലേക്ക് നമ്മൾ പോകണ്ട. ഇത് കുറച്ച് ഇതിലെടുത്ത് പിച്ച് കുറച്ചെടുത്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും കേട്ടോ. കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുളിർത്താരോ മധുരമായി പാടും മണിശങ്കുകളായി കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ. ഒഴുകുന്നു താഴം മണമിതു നാമെന്നും പറയാതെ ഓർത്തിടും അനുരാഗാനം പോലെ. യെസ്, മതി. നല്ല അടുത്ത ഒരു ലാസ്റ്റ് പാട്ട്, മനോഹരമായ ഗാനം ശംഖുപുഷ്പം. അത് വിൻസെന്റ് സാർ പാടും. ഉണ്ടോ? ഇവിടെ ഉണ്ടോ? സാറ് പോയോ? ജോർജ് സാറ്, വിൻസെന്റ് സാറ് ഒക്കെ ഉണ്ടല്ലോ. ജോർജ് സാറ്, രമാവതി മാം പഠിക്കും. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ മരവുരിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശകുന്തളേ ശകുന്തളേ മാനത്തെ വനജോത്സ്ന നനയ്ക്കുവാൻ പൗർണമി മൺകുടം കൊണ്ടു നടക്കുമ്പോൾ നീലക്കാർമുകിൽ കരിവണ്ടു മുരളുമ്പോൾ നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. ശകുന്തളേ ശകുന്തളേ. താങ്ക് യു സർ. ഓമനമാം പാടുന്നുണ്ടോ? ഓമനമാം പാടുന്നുണ്ടെങ്കിൽ പാടിക്കോളൂ. കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ മരപുരിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശകുന്തളേ ശകുന്തളേ മാനത്തെ വനജോത്സ്ന നനയ്ക്കുവാൻ പൗർണമി മൺകുടം കൊണ്ടു നടക്കുമ്പോൾ മാനത്തെ വനജോത്സ്ന നനയ്ക്കുവാൻ പൗർണമി മൺകുടം കൊണ്ടു നടക്കുമ്പോൾ നീലക്കാർമുകിൽ കരിവണ്ടു മുരളുമ്പോൾ നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. ശകുന്തളേ ശകുന്തളേ. സാർ മതിയാ? മനോഹരമായി, തീർച്ചയായിട്ടും നന്നായിട്ടുണ്ട്. രണ്ടുപേരും പാടി. രണ്ടുപേരും നന്നായിട്ട് പാടി. വിഷമമുണ്ട് സാർ, അതാണ്. കുഴപ്പമില്ല. സുഖമില്ല, ഒരാഴ്ചയായിട്ട്.
ട്രൈ ചെയ്യും. നല്ല പാട്ടുകൾ പഠിച്ചു വെച്ചോളൂ. ട്രൈ ചെയ്യും പഴയ പാട്ട്. സർ. താങ്ക് യു. ഇനി ഒരാളുണ്ടല്ലോ, ലാലി മോഹൻദാസ്, ജോർജ് സാറ്, റോയ് സാറ്. ഏതെങ്കിലും ഇതിനു മുമ്പുള്ള ഏതെങ്കിലും ഇഷ്ടമുള്ള പാട്ടുകൾ പാടിക്കോളൂ. ഏത് പാട്ടുകളുണ്ട്? മഴമുകിലൊളി പറഞ്ഞു പാടണം സാർ. പാടിക്കോളൂ. പാട്ടെ പാടിക്കോളൂ. മഴമുകിലൊളി വർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി ഒഴുകിയിടുമാറ്റിന്റെ കൽപ്പടവിൽ ചാരി ഒരു കൊച്ചു സ്വപ്നത്തെ തഴുകിയിരുന്നു. മഴമുകിലൊളി വർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ല കൊണ്ടൊരു കൊരലാരം കാളിന്തി പെണ്ണപ്പോൾ ഓളക്കൈ നീട്ടി കേളിക്കായ് കാലിൽ പിടിച്ചു വലിച്ചു. ആളില്ല നേരത്തൻ ഗോപാലകൃഷ്ണൻ നീലാപത്ത് നീന്താനിറങ്ങി. മഴമുകിലൊളി വർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി. കാളിയേനപ്പോൾ കുതിച്ചു പാഞ്ഞെത്തി ബാലനാം സർപ്പത്തെ ഓലപ്പാമ്പാക്കി. 33 ദേവകളപ്പോൾ പുഷ്പങ്ങൾ കൊണ്ടൊരു പുതുമഴ പെയ്തു. മഴമുകിലൊളി വർണ്ണൻ ബാലകൃഷ്ണൻ കൊടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി. അതിൽ മഴയുണ്ടായിരുന്നു. മഴ. അതെ, താങ്ക് യു. ശബ്ദം കിട്ടുന്നേ. നന്നായി പാടിയാ കുഴപ്പമില്ല. പാടുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. 4 വരിയെങ്കിലും പങ്കെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ബാക്കിയുള്ളവർ പാടാത്തവര് ഇപ്പോൾ പാടും. പാടാൻ ഇഷ്ടമാണ്, പക്ഷെ എങ്കിൽ പാട്ട് പഠിച്ചിട്ടൊന്നും ഇല്ല. ഇങ്ങനെ ഓക്കെ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും പാടാനുണ്ടെങ്കിൽ പാടാം. വേറെ ആർക്കെങ്കിലും മഴയും വെയിലും ഒന്നും നോക്കണ്ടേ. പാട്ട് പാടാം. വീരപുത്രനല്ലേ. കണ്ണോട് കണ്ണാരം നോക്കിയിരുന്നാലും കണ്ണോട് കണ്ണാരം നോക്കിയിരുന്നാലും കാണാമറയത്ത് ഒളിച്ചാലും കണ്ണിനും കണ്ണായൊരുൾ കണ്ണിൻ തുമ്പത്ത് കണ്ണിനും കണ്ണായൊരുൾ കണ്ണിൻ തുമ്പത്ത് കണ്ണീർ കിനാവായി തുളുമ്പി നിൽക്കും കണ്ണോട് കണ്ണാരം നോക്കിയിരുന്നാലും ഒളിച്ചാലും എന്തോ മറന്നു പോയി എന്ന പോലെ എപ്പോഴും തേടി വന്നോ ഞാൻ തേടി വന്നോ എന്തോ മറന്നു പോയി എന്ന പോലെ എപ്പോഴും തേടി വന്നോ ഞാൻ തേടി വന്നോ വെൺമലർ കാട്ടിലും വൻകടൽ തന്നിലും ഞാൻ തിരഞ്ഞു നിന്നെ ഞാൻ തിരഞ്ഞു നിൻവിരിമാറത്ത് ചായുന്ന നേരത്ത് എന്നിലെ എന്നെ ഞാൻ തിരിച്ചറിഞ്ഞു കണ്ണാട് കണ്ണാരം നോക്കിയിരുന്നാലും കാണാമറയത്ത് ഒളിച്ചാലും. താങ്ക് യു സർ. മനോഹരമായിട്ട് പാടി കേട്ടോ. ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. എനിക്ക് തോന്നുന്ന ഹോംവർക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. മ്യൂസിക് തെറാപ്പിയുടെ ക്ലാസ്സിൽ
നമ്മൾ അതിനോട് ആഭിമുഖ്യം കാണിച്ചുകൊണ്ട് ഹോംവർക്കിനും കൂടെ എല്ലാവരും തയ്യാറാവണം. 4 വരി അല്ലെങ്കിൽ 8 വരി അല്ലെങ്കിൽ ഒരു പാട്ട് മുഴുവൻ ലിറിക്സ് പഠിച്ചുകൊണ്ട് പാട്ടിനൊപ്പം പാടിക്കൊണ്ട് പഠിക്കാനൊരു ശ്രമം കൂടി നടത്തണം. അതാണ് ഹോംവർക്ക് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അതിലൊത്തിരി ഗുണങ്ങൾ നമുക്കുണ്ടാവും. ആ പാട്ട് പഠിക്കുന്നതിലൂടെ ലിറിക്സ് പഠിക്കുന്നതിലൂടെയൊക്കെ ഗുണങ്ങളുണ്ടാവും. സംഗീതത്തിൽ അങ്ങനെ അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇന്ന് ജോസഫ് സാറിന്റെ ലാസ്റ്റ് സോങ്ങോടുകൂടി നിർത്താം. അയ്യോ, അല്ല വേറെ പാടാത്തവർ പാടട്ടെ സാറേ. ഇനിയിപ്പോ ആരുമില്ല, ജോർജ് സാറും റോയ് സാറും മാത്രമേ ഉള്ളൂ. പിന്നെ മോഹൻദാസ് സാർ എന്തൊക്കെയോ കാര്യമായിട്ട് എഴുതുന്നു. ആണോ? അപ്പൊ ഞാനിപ്പോ ഏത് പാട്ട് പാടും? പാട്ട് പാടും പറയാമോ? ഏതെങ്കിലും ഒരു പാട്ട് പറയാമോ സാറേ? സജഷൻ ഉണ്ടോ? സാറിന് ഇഷ്ടമുള്ളത് പാടിക്കും. 4 വരി ഞാനും പാടാം. ഓക്കെ, ഞാൻ നോക്കാം. സാർ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ഒരു പാട്ട് കൊടുക്കുന്നു. സാർ 8:30 മീറ്റിംഗ് ഉണ്ട്. ഓക്കെ സാർ, ഷുവർ കുഴപ്പമില്ല. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. എത്ര തെളിഞ്ഞാലും എണ്ണവറ്റാത്തൊരു ചിത്രവിളക്കാണു ഭാര്യ. എത്ര തെളിഞ്ഞാലും എണ്ണവറ്റാത്തൊരു ചിത്രവിളക്കാണു ഭാര്യ. എണ്ണിയാൽ തീരാത്ത ജന്മാന്തരങ്ങളിൽ അന്നദാനേശ്വരി ഭാര്യ. എണ്ണിയാൽ തീരാത്ത ജന്മാന്തരങ്ങളിൽ അന്നദാനേശ്വരി ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ഭൂമിയെക്കാളും ക്ഷമയുള്ള സൗഭാഗ്യ ദേവിയാണെപ്പോഴും ഭാര്യ. മന്ദസ്മിതങ്ങളാൽ നീറും മനസ്സിന് ചന്ദനം ചാർത്തുന്നു ഭാര്യ. മന്ദസ്മിതങ്ങളാൽ നീറും മനസ്സിന് ചന്ദനം ചാർത്തുന്നു ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. താങ്ക് യു. യെസ്, ഭക്ഷണം റെഡിയാണല്ലേ? അതെ. ഓക്കെ, 8:30 ആയില്ലേ? 8:30 ലോകം വൈൻഡപ്പ് ചെയ്യാം അല്ലേ? വിൻസെന്റ് സാറ് പാടുന്നുണ്ടോ? ആരെങ്കിലും പാടുന്നുണ്ടെങ്കിൽ നമുക്ക് പാടാനുള്ള സമയത്ത്. സാബു സാറ് പാടുന്നു പറഞ്ഞിട്ടുണ്ടായി. അത് ഞാനിവിടെ പാടിയേക്കാം. ഞാൻ പാട്ട് പാടാതിരിക്കുന്നില്ല. ഞങ്ങൾക്ക് മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്നുള്ള പാട്ട്. ഓക്കെ. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി
ധനുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. കന്നികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ താലമെടുത്തു. കന്നികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ താലമെടുത്തു. കൺമണിയെ കണ്ടില്ലല്ലോ, എന്റെ സഖി വന്നില്ലല്ലോ, കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. കഥ മുഴുവൻ തീരും മുമ്പേ യവനിക വീഴും മുമ്പേ, കഥ മുഴുവൻ തീരും മുമ്പേ യവനിക വീഴും മുമ്പേ, കവിളത്തു കണ്ണീരോടെ കഥനത്തിൻ കണ്ണീരോടെ കടന്നുവല്ലോ അവൾ നടന്നുവല്ലോ. മഞ്ഞലയിൽ മുങ്ങിത്തോത്തി ധനുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. ഓക്കെ, താങ്ക് യു. ഒരു അഭിപ്രായം പറയും. ഓ, മുഴുവൻ പാട്ടും വളരെ ഭംഗിയായിട്ട് പാടി. സാറേ അത് കുറച്ചും കൂടി സ്പീഡ് വേണമെന്ന് എനിക്കൊരു ഡൗട്ട്. സാറേ ഞാനത് പറയാനിരിക്കുകയായിരുന്നു. സാറ് പാട്ടിനോട് പാട്ടിട്ടില്ലേ, പാട്ടിനോടൊപ്പം പാടണേ, പാട്ടിനോടൊപ്പം പാടി ഒന്ന് കൽപ്പനകൾ താലമെടുത്ത് കൺമണിയെ കണ്ടില്ലല്ലോ, എന്റെ സഖി വന്നില്ലല്ലോ, കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ. കുറച്ച് സ്പീഡ് ഉണ്ടായാൽ മതി, ബാക്കിയെല്ലാം സംഗതി ഉണ്ടായിരുന്നു സാറേ. പ്രാക്ടീസ് ചെയ്യാം. താങ്ക് യു. പാട്ട് പ്ലേ ചെയ്ത് അതിനോടൊപ്പം പാടണം സാർ, അന്നേരം ഓക്കെ ആവും. ഓക്കെ, നമുക്ക് സാറ് പാടിയില്ല, ജിയോ പാടിയില്ല. ജിയോ ആരാണ്? വന്നിട്ട് പോയി, വേറെ ക്ലാസ് ഉണ്ടെന്ന് തോന്നുന്നു. രണ്ടുപേരും പാടാം കേട്ടോ, 4 പേര് പാടാം, അല്ലെങ്കിൽ പാട്ട് മുഴുവൻ പാടാം. ഇല്ല സാർ, എനിക്ക് അങ്ങനെ പാട്ടൊന്നും അറിയില്ല. അതിനുള്ള വേദിയാ സാറേ. സാറ് ഒന്ന് സാറ് ആദ്യം ഒരു 2 പേര് പാടാൻ ശ്രമിച്ചായിരുന്നു, ആ പാട്ടിട്ട് തരട്ടെ? ഹോംവർക്ക് ചെയ്താൽ മതി, ചെയ്യാൻ പറ്റും. സാറ് ഒരു പാട്ട് ഞാൻ ആദ്യം പാടാൻ ശ്രമിച്ചായിരുന്നു. ഏത് പാട്ടായിരുന്നു? അരികിൽ നീ ഉണ്ടായിരുന്നില്ല. കരിമുകിൽ നല്ല പാട്ടാട്ടോ. കരിമുകിൽ പഠിക്കോ. അതേതാ? കരിമുകിൽ കാട്ടിലെ. ആദ്യമായിട്ട് കേൾക്കാം, ഒരു സെക്കൻഡ്. കരിമുകിൽ അത് ഇതിനകത്തില്ലേ? അതിലില്ല. എന്നെ സഹായിച്ചു. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം, എടുത്തുതരാം. ഒറ്റ സെക്കൻഡ്. അങ്ങനെ പോരല്ലേ, ഇപ്പൊ എടുത്തുതരാം. കരിമുകിൽ കാട്ടിലെ സാറിന് അറിയാമായിരിക്കുമല്ലോ, തുടങ്ങിക്കോ. അപ്പോഴത്തേക്ക് ലിറിക്സ് എപ്പോ തരാം എടുത്തിട്ട് പാടിയാൽ സെറ്റ് ചെയ്യാൻ. യെസ്, കിട്ടിയിട്ടുണ്ട്. റെഡി ആയിക്കോ.
ഓക്കെ. സാറേ ജോസഫ് സാർ ഒന്ന് തുടങ്ങിയതാട്ടാ. കരിമുകിൽ കാട്ടിലെ ഓക്കെ. രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവെള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി. അതെപ്പോഴും ഉണ്ടല്ലോ, എനിക്ക് തുടക്കം, എനിക്ക് രണ്ടാമത്തെ സ്റ്റാൻസ് തുടങ്ങിയാൽ എനിക്ക് ഫസ്റ്റ് സ്റ്റാൻസ് കിട്ടുള്ളൂ. രണ്ടാം സ്റ്റാൻസ് പഠിക്കും. ഇനി എന്നു കാണും നമ്മൾ നിറതിരമാലമെല്ലെ ചൊല്ലി ചക്രവാളമാകെ നിന്റെ ഗദ്ഗതം മുഴങ്ങിയിടുന്നു കരിമുകിൽ കാട്ടിൽ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവെള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രം. സാറേ പറ്റില്ല പറ്റില്ല പറ്റില്ല. താങ്ക് യു. ഗുഡ്. പാണ്ടൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ബലിക്കുന്നില്ല. എല്ലാവരുടെയും അങ്ങനെയാ സാറേ. തിരിഞ്ഞൊന്നു നോക്കിയിടാതെ മധുമാസ ചന്ദ്രലേഖ മടങ്ങുന്നു പള്ളി പേരിൽ കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ കടത്തുവെള്ളം യാത്രയായി യാത്രയായി കരയിൽ മാത്രമായി. വെരി ഗുഡ് വെരി ഗുഡ്. സാർ അത് ഒന്ന് ട്രൈ ചെയ്യണേ. ഒരു ഹോംവർക്ക് ആയിട്ട് എടുത്തോളൂ. നന്നായിട്ട് പാടുന്നുണ്ട്. അത് തുടങ്ങിയത് ഇച്ചിരി ഹൈ പിച്ചിലായിപ്പോ, അത്രേ ഉള്ളൂ കുഴപ്പം. ഒന്നോ രണ്ടോ നമുക്ക് ചേർന്ന പാടുകൾ അങ്ങനെ പാട്ട് കൃത്യമായിട്ട് അങ്ങ് പാടിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മള് വിശ്വാസമാവും. ഓക്കെ. അടുത്ത ഗ്രൂപ്പിൽ എല്ലാവരും പാട്ടുകാരാവും. ഇങ്ങനെയാവും. ആണോ? അങ്ങനെ വിചാരിക്കണ്ട, നമ്മള് പാടും. അതെ, നമ്മളിതിനെ ഒരു മത്സരമായിട്ട് കാണരുത്, അതൊരു തെറാപ്പി ആയിട്ട് കണ്ടാൽ മതി. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അസാധാരണമായ 200 പേരുടെ ഒക്കെ സ്റ്റേജിൽ പോയി പാട്ടൊന്നും ശരിയാകത്തില്ല. പക്ഷെ പാടാൻ ഒരു പേടിയില്ല. അവര് വിഷമിക്കുന്നല്ലാതെ. പക്ഷേ സാറേ ഒരു കാര്യം ഞാൻ പറയാം. ഒരു നിങ്ങൾക്ക് കാര്യമായിട്ട് എടുക്കാം, തമാശയായിട്ട് എടുക്കാം, രണ്ടിനും പറ്റണ ഒരു കാര്യമാണ്. ഞാൻ ജംഷഡ്പൂർ ആയിരുന്നു. അപ്പൊ അവിടെ ഈ കേരള സമാജം ഞങ്ങളുടെ ഒരു വലിയ സമാജമാണ്. അപ്പൊ അതില് ഈ ഓണത്തിന് നമ്മൾ കുറെ ഇങ്ങനെ മത്സരങ്ങൾ നടത്തും. ചില ഡാൻസ് ഉണ്ടാവും, സോളോ ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസ്, അതുപോലെ പാട്ടുമുണ്ട്. അതിൽ മെയിലിനും ഫീമെയിലിനും വേറെ വേറെ പ്രത്യേകമായിട്ടുള്ള. അപ്പൊ ഒരു തവണ എനിക്ക് വാശി കയറി, ഞാനും ഈ പറഞ്ഞ കോമ്പറ്റീഷനിൽ പങ്കെടുത്തു. എന്നുവെച്ചാല് ഒരു 100 ആൾക്കാരോളം ഇരിക്കണ ഒരു വേദിയിലാണ് ഈ കോമ്പറ്റീഷൻ നടക്കുന്നത്. ചില ആനുവൽ ഡേ ദിവസം കുറെ പേര് വരും, ഈ കോമ്പറ്റീഷൻ സമയത്തൊന്നും അത്ര പേര് വരില്ല. ആ സമയത്ത് ഞാൻ വളരെ ധൈര്യത്തോടെ, എൻ്റെ വൈഫ് ഉണ്ടായിരുന്നു, വൈഫ് പറഞ്ഞു വേണോ അതിന് പോണോ എന്നൊക്കെ ചോദിച്ചു എന്നോട്. ഞാൻ പറയാ എനിക്ക് പാടണം, പാടിയേ തീരൂ. അപ്പൊ പ്രിയമുള്ളവളെ നിനക്ക് വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് ഈ പാട്ട്. ഞാൻ അവിടെ കയറി പാടി, വളരെ കാര്യമായിട്ട് പാടി, മുഴുവൻ പാടി പഠിച്ച് ആ പാട്ട് പോയി അവിടെ ചെന്ന് പാടി. ഞാൻ താഴത്തേക്ക് ഇറങ്ങുന്നു. അപ്പൊ ആസ് യൂഷ്വൽ ആൾക്കാർ എൻകറേജ് ചെയ്യുമല്ലോ, കയ്യൊക്കെ അടിച്ചു. പക്ഷെ ഞാൻ താഴ്ത്തിറങ്ങി വന്നപ്പോ എന്നെ വളരെ അടുത്തുള്ള ഒരു പയ്യനുണ്ട്, ഒരു പ്രകാശ് എന്ന് പറഞ്ഞ. പ്രകാശ് എന്നോട് ചോദിച്ചു, അപ്പൊ എന്നെ അവിടെ സാബി എന്നാ വിളിക്കണം, സാബി ചേട്ടൻ എന്നാ വിളിക്കണം, വിൻസെന്റ് എന്നല്ല. അപ്പൊ എന്നോട് ചോദിക്കുകയാണ്, സാബി ചേട്ടൻ മലയാളം പാട്ട് തന്നെയാണോ പാടിയെന്ന്. അത് കുശുമ്പോട്ട് പറയുന്നത് സാറേ, അത് കുശുമ്പോട്ട് പറയുന്നത്. അതോടെ ഞാൻ
സ്റ്റേജിൽ കയറൽ നിർത്തി. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല സാറ്. സാറിന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അന്ന് ആ സ്റ്റേജിൽ കയറി പാടാൻ പറ്റിയത്. കാരണം അല്ല, എനിക്ക് താളബോധമൊക്കെ ഉണ്ട്, പക്ഷെ എനിക്കറിയാം പാടാനുള്ള കഴിവില്ല, പാടാനുള്ള ആഗ്രഹമുണ്ട്. പാടാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞ് ഞാൻ സമ്മതിക്കത്തില്ല. ഇപ്പൊ പാടിയത് പിന്നത്താണ്. അതുപോലെ അല്ല, അതിനെ നമ്മൾ റിഫൈൻ ചെയ്യാം. നമുക്കിപ്പോ എത്രയോ കൊല്ലം കൂടിയിട്ട് സാറിന്റെ ഈ സൺഡേ ഇതിൽ വരുമ്പോ എപ്പോഴും ഞാൻ വരുന്നില്ല. വരുമ്പോഴാണ് ഈ പാട്ടിന് ചെറിയൊരു മൂടലൊക്കെ വരണേ. കാട്ടിലെ സാറ് പാടിയില്ലേ സാറേ? നന്നായിട്ട് പാടി. സാറിന് അത് ട്രൈ ട്രൈ യു ക്യാൻ ഡു. സന്തോഷം. ഞാൻ അടുത്ത ഒരു 6 മാസത്തിനുള്ളില് ഇവിടെ ഒരു കച്ചേരി നടത്തണം. വിൻസെന്റ് സാറിന്റെ സംഗീതം പഠിക്കണമെന്നുണ്ടെങ്കിൽ ഗുരു ഓൺലൈനിൽ പഠിപ്പിക്കും. ഞാൻ പഠിക്കുന്നുണ്ട്. ഓക്കെ. അതല്ല സാറേ, അല്ല നമ്മളങ്ങനെയല്ല, നമുക്ക് ഒരു കോൺഫിഡൻസ്, നമുക്കിപ്പോ നഷ്ടപ്പെടാനൊന്നും ഇല്ലല്ലോ. നമ്മളൊരു പാട്ട് പാടി വെച്ച് എന്നാ നഷ്ടപ്പെടാൻ? പാടുന്നതിന് നമ്മൾ സംഗീതം പഠിക്കണമെന്നൊന്നുമില്ല. ഞാൻ പഠിച്ചിട്ടല്ലല്ലോ, ഞാനിപ്പോ ഈയിടെയാണ് പഠിക്കാനൊക്കെ തുടങ്ങിയത്, ഓൺലൈനിൽ പഠിക്കാൻ. അത് നമ്മുടെ ഉള്ളിലുണ്ട് സാറേ. താളം പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. എനിക്കെന്താ പറയാ, എന്റെ വീട്ടില് എന്റെ അമ്മച്ചിയെ പാട്ട് പഠിച്ചിട്ടുണ്ട്. കാരണം അമ്മച്ചിയുടെ എന്റെ അമ്മച്ചിയുടെ ഇളയപ്പൻ ഒരു ഭാഗവതരായിരുന്നു, പയസ് ഭാഗവതർ എന്ന് പറഞ്ഞ കൊച്ചിയില് ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ വഴി അമ്മച്ചി പഠിച്ചിട്ടുണ്ട് പാട്ട്. അതിന്റെ ഒരു കിട്ടിയിട്ടുള്ളത് എന്റെ പെങ്ങൾക്ക്, ഞങ്ങൾക്കൊരു പെങ്ങളേ ഉള്ളൂ, അവള് നല്ലപോലെ പാടും. അപ്പൊ അവര് ഈ വീട്ടിലൊക്കെ പാടുമ്പോ അപ്പൊ അമ്മച്ചിയാണ് അവിടെ മിക്കവാറും പാട്ടുകളൊക്കെ പിള്ളേരെ പഠിപ്പിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കേരള സമാജത്തിൽ ഇതൊക്കെ വരുന്ന സമയത്ത്. അപ്പൊ അങ്ങനെ അമ്മച്ചിയുടെയും അപ്പച്ചന്റെയും അറിവോടോ സമ്മതത്തോടോ കൂടി അല്ല ഞാൻ അവിടെ പാടാൻ കയറിയത്. ഭാഗ്യത്തിന് അവരന്ന് വന്നിരുന്നില്ല, കല്യാണം കഴിഞ്ഞ ശേഷമാണ്. അപ്പൊ വൈഫ് ഉണ്ടായിരുന്നു. വൈഫ് എന്നോട് ചോദിച്ചു ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് ഞാൻ കയറി പാടിയത്. അന്ന് എന്റെ ആ കൂട്ടുകാരൻ പ്രകാശനോട് ചോദിച്ചു, സാബിച്ചേട്ടൻ പാടിയത് മലയാളമാണോ വേറെ വല്ല ലാംഗ്വേജ് ആണോ എന്ന് ചോദിച്ചപ്പോഴാണ് എനിക്ക് അതെന്റെ ഗുട്ടൻസ് മനസ്സിലായത്. അതൊക്കെ ചുമ്മാ ജസ്റ്റ് തമാശ പറയുന്നത്, അതൊന്നും സീരിയസ് ആയിട്ട് എടുക്കരുത്. അപ്പൊ അടുത്ത 6 മാസത്തിനുള്ളിൽ നമുക്ക് ഇവിടെ തകർക്കും. ഹോംവർക്ക് എന്ന് പറഞ്ഞ പോലെ ഞാൻ ഐ ആം ടേക്കിംഗ് ഇറ്റ് ആസ് എ ചലഞ്ച്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം സാർ. സ്റ്റാർ മേക്കർ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അതിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആണ് കേട്ടോ, പെയ്ഡ് വേണം. സ്റ്റാർ മേക്കർ, ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് നമുക്ക് കരോക്കെ വരും, ഇഷ്ടമുള്ള കരോക്കെ വിത്ത് ലിറിക്സ് വരും. നമ്മളത് പാടിക്കൊടുത്താൽ മതി. നമുക്ക് ഒരു 1, 2, 3 എത്ര പ്രാവശ്യം ട്രൈ ചെയ്ത് വേണമെങ്കിലും പാടാം. അത് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ട്രൈ ചെയ്യാം. ഇപ്പൊ സ്റ്റാർ മേക്കറിൽ ഒത്തിരി പാട്ടുകളിലെ കരോക്കെ കിടപ്പുണ്ട്. അത് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ പാടേണ്ട സമയം കാണിച്ചുകൊണ്ട് ലിറിക്സ് വരും, അപ്പൊ ഒന്ന് പാടിയാൽ മതി. ഓക്കെ. അപ്പൊ എല്ലാ ഞായറാഴ്ചയും ഈ അവസാനം ഒരു പാട്ട് പാടിയാൽ മതി. ഞാനത് കണ്ടില്ല, അവസാനം പാട്ട് പാടുന്ന കണ്ടില്ലേ? അതുവരെ ആരെയും നമ്മൾ വേദനിപ്പിക്കത്തില്ല. വിൻസെന്റ് സാറിനെ ഒരു ഗായകനാക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. ഞങ്ങളുടെ അഭിമാനമാണ്, ഞങ്ങളുടെ അഭിമാനം. ഞങ്ങൾക്ക് ഉറക്കെ പറയണം. അതാണ് സാറ് നഗക്ഷതങ്ങളിൽ പാടിയത് സാറിന് വേണ്ടിയിട്ടാണ്. ആരെയും സാബു സാറിന്റെ അല്ല, ഞാനതൊക്കെ ഇത് എത്രയോ സ്റ്റേജുകളിൽ പോയി. ഈ പെൻഷനേഴ്സിന്റെ മീറ്റിലൊക്കെ ചെല്ലുമ്പോ ഇഷ്ടംപോലെ വേദിയുണ്ട്, പാട്ട് പാടുന്നില്ലെന്ന് കുറെ നടക്കും, അങ്ങ് പാടും. അപ്പൊ ചെറിയ പ്രാക്ടീസ് എടുക്കാത്തോണ്ടുള്ള കുഴപ്പമാണ്. പിന്നെ സാറേ, നമ്മുടെ യേശുദാസിന്റെ ഫാദർ അഗസ്റ്റിൻ ജോസഫ്, എന്റെ ഗ്രാൻഡ് ഫാദർ, ഇവരൊക്കെ ഒന്നിച്ച്, പിന്നെ ഒരു സെബാസ്റ്റ്യൻ കുഞ്ഞു ഭാഗവതർ ഒക്കെ പണ്ടത്തെ ആൾക്കാരാണ്. ഇവരെല്ലാം ഒന്നിച്ച് ഫ്രണ്ട്സ് ആയിരുന്നു ഇവരൊക്കെ. വഴിതെറ്റിപ്പോയോ? അല്ല, എന്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, യേശുദാസിനെ ഞങ്ങളുടെ പാലക്കാട് ചിറ്റൂർ കോളേജിൽ പഠിപ്പിക്കാനായിട്ട്, മ്യൂസിക് ഉള്ളത് അവിടെയാണ്, പാലക്കാട് ചിറ്റൂർ കോളേജിൽ അവിടെ ചേർത്താനായിട്ട് ശ്രമിച്ചിട്ട് പറ്റിയില്ല. എന്റെ ഗ്രാൻഡ് ഫാദർ വാസ് എ വില്ലേജ് ഓഫീസർ അവിടെ പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലാണ്. അപ്പൊ എനിക്ക് പക്ഷെ പുള്ളിക്കാരൻ അവിടെ പിന്നെ കൊച്ചിയിൽ നിന്ന് ഇവിടെ വരെ വരാനുള്ള ഇതൊക്കെ വിഷമം കൊണ്ട് വന്നില്ല. ഞാൻ പറയണേ, ഇങ്ങനെയുള്ള ഹിസ്റ്ററിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ സംഗീതം ഇങ്ങനെ എന്റെ അടുത്തുകൂടെ കലയടിച്ച് പോയിട്ടുണ്ട്. ഞാൻ അതിനിടയ്ക്ക് പിടിച്ചില്ല. അല്ല, സാറിന്റെ ബ്ലഡിലുണ്ട് കേട്ടോ, സാറിന്റെ ബ്ലഡിലുണ്ട്, ഉള്ളിലുണ്ട്.
ഓക്കെ. അപ്പൊ ഇന്ന് മുതൽ എന്താ പറയുന്നത് സാധകമൊക്കെ ബാബു സാറിന്റെയും ജോസഫ് സാറിന്റെയും ശിഷ്യത്വം അംഗീകരിച്ചിരിക്കണു. ഏകലവ്യനെ പോലെ കാണാണ്ട് നിങ്ങളെ കാണുന്നില്ല, ഇതിൽ കൂടെ കാണുന്നുള്ളൂ. അപ്പൊ ഞാൻ ശിഷ്യത്വം അംഗീകരിച്ചു. ഓക്കെ, താങ്ക് യു. നേരിട്ട് കാണുമ്പോ തന്നാ മതി അല്ലെ? നേരിട്ട് കാണുമ്പോ തന്നാ മതി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്റ്റാർ മേക്കർ അല്ലേ പറഞ്ഞ? സ്റ്റാർ മേക്കർ. ഗുഡ് നൈറ്റ്. ഇടയ്ക്ക് ഒരു വോയിസ് ഒക്കെ ഇട്ട് ജോസഫ് സാർ ഇട്ട് കൊടുത്താൽ മതി. ഒരു പാട്ടൊക്കെ പാടി ജോസഫ് സാർ. ഓക്കെ.